പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടും പിണറായി സർക്കാർ അനങ്ങുന്നില്ല. പരിസ്ഥിതി വകുപ്പിന്റെ ചുമതല കൂടിയുള്ള പിണറായിക്ക് പുഴയും മത്സ്യങ്ങളും മനുഷ്യരുമൊന്നും ഒരു പ്രശ്നമല്ല. പുഴയിൽ വിഷം കലർത്തുന്ന കമ്പനികളിൽ നിന്ന് മാസപ്പടി കൃത്യമായി കിട്ടിയാൽ ഒരു നടപടിയും ഉണ്ടാവില്ല. മന്ത്രിമാരും മന്ത്രി സന്തതികളും മുതൽ ഉദ്യോഗസ്ഥരും പാർട്ടി നേതാക്കളും വരെ ഈ കമ്പനികൾക്ക് മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ അവരുടെ കൈ നിറച്ചാൽ മാത്രം മതി മാലിന്യമൊഴുക്ക് നിർബാധം തുടരാമെന്ന ആഹ്ലാദത്തിമിർപ്പിലാണ് പെരിയാർ തീരത്തെ വിഷമൊഴുക്കുന്ന ഓരോ കമ്പനികളും. മത്സ്യമേഖലയ്ക്കാകെ 41 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ചെയർമാനായ സമിതിയാണ് ഈ നടുക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത്. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിട്ടും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ദുരന്തത്തിന് കാരണക്കാരായ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലും മാത്രം തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല. പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായിട്ട് 2 മാസം പിന്നിട്ടിരിക്കുന്നു. മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നുമാണ് കുഫോസിന്റെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ചെയർമാനായ വിദഗ്ധ സമിതിയുടെയും കണ്ടെത്തൽ. പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച ഈ സമിതിയുടെ കണക്ക് പ്രകാരം 41 കോടി രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമിതി റിപ്പോർട്ട് പ്രകാശനം ചെയ്തിരിക്കുന്നു. മെയ് 20 പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പലതും നടന്നെങ്കിലും ഇപ്പോഴും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകർക്ക് കഷ്ടപ്പാട് മാത്രമാണ് ബാക്കി. അതിലൊക്കെ ഉപരിയായി പെരിയാറിലെ ഈ വിഷജലം കുടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ. പിണറായിയുടെ ഭരണത്തിൽ പണം കൊടുത്താൽ ആർക്കും ഇവിടെ എന്ത് നിയമലംഘനവും നടത്താമെന്ന് ഓരോ ദിവസവും കൂടുതലായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, ഇടവേളകളിൽ മഴ കിട്ടുന്നുണ്ട് എന്ന ധാർഷ്ട്യം കൊണ്ട് നമ്മുടെ പുഴകളെ ഇങ്ങനെ വിഷലിപ്തമാക്കരുത്, ഇങ്ങനെ അവഗണിക്കരുത്. പുഴകൾ കണക്ക് തീർക്കാൻ ഒരുങ്ങിയാൽ അറിയാമല്ലോ, രൗദ്രമായി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നദി അങ്ങ് ഉത്തര കർണാടകയിൽ. പുരുഷനേലൂരിന്റെ ഒരു കുറിപ്പ് കൂടി ഇതിനൊപ്പം ചേർത്തു വെക്കട്ടെ. അതിങ്ങനെയാണ്: 1996 മുതൽ 100 കണക്കിന് പ്രാവശ്യം പെരിയാർ ചുമന്നൊഴുകിയിട്ടുണ്ട്. പച്ച നിറത്തിൽ, വെളുത്ത നിറത്തിൽ, അങ്ങനെ പല വർണ്ണങ്ങളിൽ പെരിയാർ ഒഴുകിയിട്ടും അതിനുത്തരവാദികളായ കമ്പനികളെ നേരിട്ട് കണ്ടെത്തിയിട്ടും യാതൊരു നടപടിയും PCB കൈക്കൊണ്ടിട്ടില്ല. 1972 മുതൽ മത്സ്യക്കുരുതി സംഭവിക്കുന്നതാണ് ഇവിടെ. 150ലധികം മത്സ്യക്കുരുതികൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. 1998 ജൂൺ 11 നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സ്യക്കുരുതിയിലടക്കം എന്തെങ്കിലും നടപടി PCB സ്വീകരിച്ചോ? ഇല്ല. ഇനി ഇതിന്റെ കാരണം ചോദിച്ചാൽ ചുമന്നൊഴുകുന്നത് അടിത്തട്ടിലെ ഇളക്കങ്ങൾ മൂലമാണെന്ന് പറയും. മത്സ്യക്കുരുതി സംഭവിക്കുന്നത് ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ടാണെന്നും പറയും. എന്നാൽ എന്തുകൊണ്ടാണ് വെള്ളത്തിലെ ഓക്സിജൻ കുറയുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എപ്പോഴെല്ലാം മത്സ്യക്കുരുതി സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പുഴയിൽ അമോണിക് നൈട്രജന്റെ അളവ് കൂടിയിട്ടുണ്ട്. അമോണിയ വരാനുള്ള സോഴ്സ് എവിടുന്നൊക്കെയുണ്ട് എന്ന് ട്രേസ് ചെയ്താൽ മത്സ്യക്കുരുതിയുടെ ഒരു കാരണം കണ്ടെത്താം. പക്ഷെ ചെയ്യില്ല. കാരണം ഏലൂർ എടയാർ വ്യവസായ മേഖല എല്ലാവരുടെയും കറവ പശുവാണ്.